ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ബേസിക് സ്റ്റിച്ചസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ പഠിക്കാം. അതിനാദ്യം കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് ഫസ്റ്റ് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിലൂടെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് യാൺ ഓവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റി കൊടുക്കാം. അതിനുശേഷം ഒന്ന് യാൺ ഓവർ ചെയ്ത് പുൾ ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് യാൺ ഓവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്ത് നോക്കാം. യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റി കൊടുക്കാം. അതിനുശേഷം ഒന്ന് യാൺ ഓവർ ചെയ്തെടുക്കുമ്പം നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് യാൺ ഓവർ ചെയ്ത് കയറ്റി കൊടുക്കുമ്പം നമുക്കിവിടെ അടുത്ത ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആകുമ്പം ഇങ്ങനെയാട്ടോ കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ഡബിൾ ക്രോഷ്യ പഠിക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് യാൺ ഓവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 2 3 4 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിലോട്ട് ഹുക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്തെടുക്കുമ്പം നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കാം. എന്നിട്ട് പിന്നീട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയും ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാട്ടോ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ത്രിബിൾ ക്രോഷ്യ പഠിക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യുക, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക. അപ്പോൾ 2 തവണ ഒന്ന് യാൺ ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 4 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 5ാമത്തെ സ്റ്റിച്ചിലോട്ടാണ് ഹുക്ക് കയറ്റി കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 4 ലൂപ്പ് കിട്ടും. ആദ്യം 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം ലാസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും യാൺ ഓവർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ത്രിബിൾ ക്രോഷ്യ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം.
ത്രിബിൾ ക്രോഷ്യോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.